നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ വിവരങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിലോട്ട് കടക്കാം. കോപ്പ ഡെൽ റേ ഫുട്ബോൾ ഫൈനലിൽ ജയിച്ചത് ബാർസിലോണ. കോപ്പ ഡെൽ റേ ഫുട്ബോൾ ഫൈനലിൽ ജയിച്ചത് ബാർസിലോണ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചു. ഈ അടുത്ത് അന്തരിച്ച പ്രമുഖ മലയാള സംവിധായകൻ ഷാജി എൻ കരുണാണ് ഈ അടുത്ത് അന്തരിച്ച പ്രമുഖ മലയാള സംവിധായകൻ. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു. കാൻ മേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സിനിമയായ പിറവി സംവിധാനം ചെയ്തത് ഷാജി എൻ കരുണാണ്. ഈ പിറവിയുടെ ചോദ്യം മുൻ പരീക്ഷകളിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കാം. കാനഡയിൽ പൊതു തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് ലേബർ പാർട്ടി. നിലവിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണി തൽസ്ഥാനത്ത് തുടരും. ലേബർ പാർട്ടി ജയിച്ചു, അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് കാർണി ആ സ്ഥാനത്ത് തുടരും. ഈയിടെ അന്തരിച്ച മലയാളിയായ പ്രമുഖ ഷൂട്ടിംഗ് പരിശീലകൻ സണ്ണി തോമസ്. ഓസ്ട്രേലിയയിൽ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയത് ആന്റണി ആൽബനീസ് ലേബർ പാർട്ടി. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റത് പൂനം ഗുപ്ത. ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം നേടിയത് മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വാഹന സാന്ദ്രതയിൽ ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നത് ചണ്ഡീഗഡാണ്. രണ്ടാം സ്ഥാനം പുതുച്ചേരി, മൂന്നാമത് ഗോവ. ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ഹൾ 096 ആണ്. തെക്കേ അമേരിക്കയിലെ കടത്തു നടത്തിപ്പുകാരായ ബുക്കേവസിനു വേണ്ടി ഓസ്ട്രേലിയൻ കമ്പനി നിർമ്മിച്ചു. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിനും യുറുഗ്വായ്ക്കുമിടയിൽ സർവീസ് നടത്തും. അടുത്ത ചോദ്യം. 1970 സോവിയറ്റ് യൂണിയൻ ശുക്രപര്യവേഷണത്തിനായി വിക്ഷേപിച്ച ഏത് പേടകമാണ് ഭൂമിയുടെ നേർക്കു വരുന്നത്? കോസ്മോസ് 482 പേടകത്തിൻ്റെ ലാൻഡിംഗ് മൊഡ്യൂളാണ് മെയ് 10 ഭൂമിയിൽ പതിക്കാൻ ഇടയുള്ളത്. അടുത്ത ചോദ്യം. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് FC ഗോവ. ഫൈനലിൽ ജംഷഡ്പൂർ FCയെ തോൽപ്പിച്ചു. ഈയിടെ അന്തരിച്ച സാക്ഷരതാ പ്രവർത്തകനും പത്മശ്രീ ജേതാവുമായ മലയാളി KV റാബിയ. അടുത്ത ചോദ്യം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. 18 to 20 മീറ്റർ സ്വാഭാവിക ആഴമുള്ള തുറമുഖം. അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ്. വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2025 പത്മപ്രഭ പുരസ്കാരം ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരാഗ കല്ലുപതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പരിസ്ഥിതി, തത്വചിന്ത, സാഹിത്യം, രാഷ്ട്രീയം, സാമൂഹിക മനുഷ്യാവകാശ പ്രവർത്തനം എന്നീ മേഖലകളിൽ സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കായുള്ള MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചത് പാണ്ഡുരംഗ ഹെഗ്ഡെയ്ക്കാണ്. അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. 5 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായത് അലോക് ജോഷി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.